mid-20s സമയത്തും അതിനു മുൻപും തന്നെ ഒരുപാട് പേര് ബ്രോ ഞാൻ ഡിപ്രസ്ഡ് ആണ്, ലൈഫ് തന്നെ ആകെ താളം തെറ്റി കിടക്കുകയാണ്, മെന്റലി ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഡിപ്രസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. മേ ബി നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളോട് ഞാൻ ലേൺ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. സ്റ്റാർട്ട് ദ വീഡിയോ. ഒന്നാമത്, നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ പാകത്തിൽ, നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ ഒരു സ്മാർട്ട് പേഴ്സൺ ആയിരിക്കണം. അല്ലാതെ മറ്റൊരാൾ വരും, മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി തരും, അവർ നിങ്ങളെ കൊണ്ടുപോയിട്ട് വേറെ ഒരു തലത്തിൽ എത്തിക്കും എന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ചുകൊണ്ട് ഇരിക്കരുത്. ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരെ കാണുന്ന സമയത്തും അതേ രീതിയിൽ തന്നെ ആയിരിക്കും അവരുണ്ടാവുക. സോ ഈ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്, നിന്നെ ചൂസ് ചെയ്യാനായിട്ട് ആരെയും നീ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഒരുപാട് പ്രത്യേകിച്ച് ബോയ്സിനെ കണ്ടിട്ടുണ്ട്. അതായത് അവൾ എന്നെ ചൂസ് ചെയ്യണം, അവള് എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ പലരെയും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ആരും ഇല്ലെങ്കിലും തനിച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഈ ഒരു കലയിൽ നിങ്ങൾ മാസ്റ്ററായി മാറേണ്ടതായിട്ടുണ്ട്. അല്ലാതെ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ആള് വേണം, ആ ഒരു പെൺകുട്ടി വേണം, ആ ഒരു വ്യക്തി എൻ്റെ കൂടെ വേണം, എന്നാലായിരിക്കും ഞാൻ സ്ട്രോങ് ആവുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബുൾഷിറ്റ് തിങ്കിങ് ആണ്. ചേഞ്ച് ഇറ്റ്. മൂന്നാമത്, മാസ്റ്റർ യുവർ എമോഷൻസ്. സ്വന്തം എമോഷൻസിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നവന് എന്തും മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയാറുള്ളത്. സ്വന്തം എമോഷൻസിനെ തന്നെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവന് മറ്റൊന്നിനെയും പുറത്തുള്ള ഒന്നിനെയും മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നും പറയാറുണ്ട്. അതായത് നമ്മളുടെ എമോഷൻസിന്റെ മാസ്റ്ററായി ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യാനും മാസ്റ്ററായി ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കുന്നുണ്ടാവും. നമുക്കുള്ള കാമം ആവട്ടെ, മോഹം ആവട്ടെ, അഹങ്കാരം ആവട്ടെ, കോപം ആവട്ടെ, ഇത്തരത്തിലുള്ള എമോഷന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ പിന്നെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. സോ മാസ്റ്റർ യുവർ എമോഷൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തും മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അത് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. നാലാമത്, വലിയ ഒരു ലെസൺ ആണ്, പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടോളൂ. ജീവിതത്തിൽ വലിയ ഒരു ഡിസപ്പോയിൻമെന്റ്, വലിയ ഒരു നിരാശ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ആളുകളെ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഒരു വ്യക്തിയായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അവരായിട്ട് തന്നെ കണക്ഷൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അവരെങ്ങനെ ആവണം എന്നുള്ള എക്സ്പെക്ടേഷന്റെ ബേസിസിലാണ് കണക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഡിസപ്പോയിൻമെന്റ് മാത്രമായിരിക്കും ഫലം. ആളുകൾ എങ്ങനെയാണോ ആ രീതിയിൽ എടുക്കുക. ആളുകൾ നിങ്ങൾക്ക് എങ്ങനെ ആവണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആ രീതിയിൽ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിരാശ മാത്രമായിരിക്കും ഫലം ഉണ്ടാവുക. നിങ്ങൾക്ക് ചുറ്റിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കൊളീഗ്സ്, ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്നൊക്കെ പറയുന്ന വ്യക്തികൾ അവരാരാണെന്ന് അവര് ഒരു സമയം കാണിക്കും. They will show you who they are. Give them time. അവർക്കായിട്ട് ഒരു സമയം കൊടുത്താൽ മാത്രം മതി. They will show you. Wait and see. ആറാമത്, നിങ്ങളുടെ യങ് ഏജിലാണ് ഉള്ളത്. നിങ്ങൾ വെറുതെ പല മുത്തശ്ശിമാരിനെ പോലെയും മുത്തശ്ശന്മാരിനെ പോലെയൊക്കെ അവരെ പറ്റി സംസാരിക്കുക, ഇവരെ പറ്റി സംസാരിക്കുക, ആ രീതിയിലുള്ള ആവശ്യമില്ലാത്ത ടോക്കിലൊന്നും പോവാതിരിക്കുക ദയവ് ചെയ്ത്. നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണോ ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? നിങ്ങളുടെ കാര്യം മാത്രം, മൈൻഡ് യുവർ ബിസിനസ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെയുള്ളതൊന്നും അല്ല. മറ്റുള്ളവരെ പറ്റിയുള്ള സംസാരം, അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, ഈ രീതിയിലുള്ള ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ടോ? നിങ്ങളുടെ ശാന്തി, സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ നശിക്കുന്നതിന് നിങ്ങൾ തന്നെയാണ് കാരണം. വൺസ് അഗൈൻ ഐ ആം സേയിങ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സെവൻത് വൺ, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. നിങ്ങളുടെ പാരൻസിന് സങ്കടം ഉണ്ടാവും. ഈ ലോകം എന്നുള്ളത് മൂവായിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നിങ്ങളില്ല, ഞാനില്ല എന്നുണ്ടെങ്കിലും ഈ ലോകം മൂവാവുന്നുണ്ടാവും. സോ നിങ്ങളുടെ ആഹാരത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിലും മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു പ്രോപ്പർ റെസ്പോൺസിബിലിറ്റി, പ്രോപ്പർ കെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ ടേക്ക്
ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളില്ലെങ്കിലും ഞാനില്ലെങ്കിലും ഈ ലോകത്തിന് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. സോ നിങ്ങളാണ് നിങ്ങളെ കെയർ ചെയ്യേണ്ടത്, ഞാനാണ് എന്നെ കെയർ ചെയ്യേണ്ടത്. 8th one, നിങ്ങളെ ഈ ഒരു സൊസൈറ്റിയുടെ അഡ്വൈസിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തുക. നമ്മളെ അഡ്വൈസ് ചെയ്യാനായിട്ട് വരുന്നവര് അവര് സ്വന്തമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയ ഒരു ധാരണയില്ലാത്ത വ്യക്തികളായിരിക്കും. സോ എല്ലാവരും അങ്ങനെ ആവണം എന്നുള്ളതല്ല കേട്ടോ. മോസ്റ്റ് ഓഫ് ദ നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവിറോൺമെന്റ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള സൊസൈറ്റി എന്നുള്ളത് മേ ബി അങ്ങനെ ആയിരിക്കാം. സോ നിങ്ങളെ സൊസൈറ്റിയിൽ നിന്ന് ഒന്ന് ഫ്രീ ആക്കി നിർത്തുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള, നിങ്ങളെക്കാളും കുറച്ച് ലെവൽ ഉയരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് അഡ്വൈസ് എടുക്കുക. 9th ആണോ 10th ആണോ? ശരി പറയാം. ഞാൻ മെൻ്റലി ഓക്കെ അല്ല ബ്രോ. എൻ്റെ ഈ അടുത്താണ് ഹേർട്ട് ബ്രേക്ക് നടന്നത്, ഈ അടുത്താണ് എൻ്റെ ബ്രേക്കപ്പ് സംഭവിച്ചത്, ഈ അടുത്ത് ഞാൻ ഇങ്ങനെ മെൻ്റലി ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുകയാണ്. ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യില്ല. ഗെറ്റ് അപ്പ് ആൻഡ് ഡു യുവർ വർക്ക്, പുഷ് യുവർ സെൽഫ്. മൂഡ് സ്വിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, മെൻ്റലി ഡൗണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒന്ന് ശരിയായതിനു ശേഷം ഞാൻ എനിക്ക് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എവിടെയും എത്തില്ല കേട്ടോ. പുഷ് യുവർ സെൽഫ്, വർക്ക്. നിങ്ങൾ ഓക്കെ ആവാനായിട്ട് ജീവിതം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഗെറ്റ് അപ്പ് എവറി ഡേ ആൻഡ് കീപ് പുഷിങ് ത്രൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ ടി വിയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും കാണുന്ന ന്യൂസ്, അതുപോലെ പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മെൻ്റൽ പീസ് എന്നുള്ളത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ അവോയ്ഡ് ഇറ്റ്. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. സോ ഫോളോ ചെയ്യുക, ലൈഫ് അടിപൊളിയാക്കി മാറ്റുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.